എനിക്ക് 2 മക്കളാണ്, ഒന്ന് ഷിഫ്ന, ഒന്ന് സിയാന. അപ്പം എൻ്റെ മൂത്ത മോള് സ്കൂൾക്ക് പോകണില്ല, മദ്രസക്ക് പോകണില്ല, പഠിക്കൂല, ഇപ്പം നിന്നവരെന്നെ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലാവും, സത്യം പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസബിലിറ്റി കുട്ടിയാണ് മൂത്ത മോള്. അപ്പോൾ ഇന്നവരെന്നെ ഇപ്പം എനിക്ക് ഇന്നത് വേണം അങ്ങനെ ഒരു സംഭവം എന്നോട് പറഞ്ഞിട്ടില്ല. സത്യം പറയാം, അത് പറയുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. നമ്മൾ ഇങ്ങനെ കുറേ വീടുണ്ടാക്കി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എത്തിപ്പെട്ടു, അതിലും നല്ല വലിയ കാര്യം. എനിക്ക് ഒരു ദിവസം വീഡിയോയിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നേരത്തെ ചോദിച്ചില്ലേ, അതിനൊരു മറുപടി ഞാൻ പറഞ്ഞത്. ഒരു ദിവസം എൻ്റെ മൂത്ത മോളിനോട് ഇപ്പാന്ന് വിളിച്ചാൽ മതി, ഇപ്പാന്ന് വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഒരു വട്ടം പറഞ്ഞാൽ മതി, ഒറ്റ വട്ടം പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങി കൊടുക്കും. നിങ്ങളെ വിളിച്ചെടുത്തിട്ട് ഞാൻ കഴിപ്പിക്കുള്ളൂ. പക്ഷെ ലൈഫിൽ അങ്ങനെ ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഞാൻ അത് പൂർത്തിയാക്കിയിട്ടില്ല. എനിക്ക് അപ്പോൾ ഇതിന് കരച്ച് വന്നിട്ടാ അത് വാങ്ങി കൊടുക്കാനുള്ള. ഇപ്പോൾ ഓള് വിചാരിച്ച എന്തെങ്കിലും സാധനമൊക്കെയാണെങ്കിൽ എനിക്ക് വാങ്ങി കൊടുക്കാനുള്ള ഒരു പൈസയും കാര്യങ്ങളും ഇപ്പം എൻ്റെ അടുത്തുണ്ട്, സത്യം പറയാം. അപ്പോൾ എല്ലാ ഇങ്ങനത്തെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഞാൻ ഈ ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, സത്യം പറഞ്ഞാൽ. ചെറിയ മോള് പിന്നെ പ്രശ്നമൊന്നുമില്ല, ഓള് സ്കൂളിൽ പോകുന്നുണ്ട്, കാര്യങ്ങളാണ്, അയാൾ ഹാപ്പിയാണ്, നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഓള് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇവളെ കാര്യം മാത്രം അറിയിച്ചിട്ട് എനിക്കൊരു സങ്കടമുള്ളൂ, പക്ഷെ എന്നാലും ഹാപ്പിയാണ്. അത് കലാകാരന്മാർക്ക് പറ്റുന്ന അല്ലേ, എത്ര വിഷമമുണ്ടെങ്കിൽ ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പണ്ട് പല ആർട്ടിസ്റ്റിനെയും കണ്ടിട്ടുണ്ട്, അവരുടെ അമ്മ മരിച്ചു എന്ന് അറിയുന്ന സമയത്ത് പോലും ക്യാമറയ്ക്ക് മുമ്പിൽ ചിരിച്ച് അഭിനയിച്ച ഒരുപാട് കലാകാരന്മാരെ കുറിച്ച് ഞാൻ കഥകൾ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് കലാകാരന്മാർക്ക് മാത്രമേ പറ്റൂ. അതൊരു അങ്ങനെ ആവാം. ആർത്ത് നല്ല നല്ല ഇതിൽ ആർത്ത് ചിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പം ചെറിയൊരു സാധനം ഇവിടെ വന്ന് കൊളത്തും ഇതാവള് അതാ. പക്ഷെ എന്നാലും എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ, കുറേ ആൾക്കാർ ഇങ്ങനെയൊക്കെ പോട്ടെ. പക്ഷെ മിടുക്കി കൊച്ചാ, ഞാൻ നേരത്തെ കണ്ടില്ല, നല്ല സുന്ദരി മിടുക്കി കൊച്ചാണ്. ആൻഡ് ഓൾറെഡി കുറേ ആൾക്കാർ എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണിക്കല്ലേ. ഞാൻ വേണ്ട, അങ്ങനെ അവിടെ നിന്നോട്ടെ എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്. സത്യം, അത് ഒന്നിനുള്ള കഴിവില്ല, കാരണം കാഴ്ചൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ സംസാരിക്കൂല. അപ്പോൾ ഓളെ ലോകത്താ സെറിബ്രൽ പൾസി എന്നാ പറയാം. മരുന്ന് നമ്മൾ കോഴിക്കോടാ കാണിക്കുന്നത്, നടക്കാം ഹോസ്പിറ്റലിൽ. എനിക്ക് ഉറപ്പാണ്. പറഞ്ഞോ ഇതിന്റെ ഇങ്ങോട്ട് സങ്കടപ്പെടണ്ട, ഞങ്ങളെ വിളിച്ചെത്തിയിട്ട് നിങ്ങള് പെട്ടെന്ന് അങ്ങനെ എന്റെ ഒരു നെഗറ്റീവാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കരയും. അത് എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് പെട്ടെന്ന് കരയും. ലൈഫിൽ അത് എപ്പോഴും നല്ലത് സംഭവിക്കും, ലൈഫിൽ എപ്പോഴും അതുകൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടാവുക. ആളുടെ ഒരു ബ്ലെസ്സിങ് ഉണ്ട് ശരിക്കും. ഓരെ നമ്മൾ നല്ലോണം നോക്കണമെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓലെ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ. ഉപ്പയും ഉമ്മയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ വൈഫൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പറയും സത്യം പറയാം, ഞാൻ ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും കടപ്പെടുന്ന ഒരാളാണ്. കാരണം നമുക്കൊക്കെ വരുന്ന ഒരു ടൈമിൽ നോക്കിയാൽ മതി, ഇവർ ഫുൾ ടൈമല്ലേ. അപ്പോൾ ഓലൊക്കെ നമ്മൾ എങ്ങനെ നോക്കണം, അത്രയും അത് ഫുൾ ടൈം. അതായത് കുട്ടിക്ക് ഓർക്കൊന്ന് ഒരു ഭക്ഷണമാണെന്ന് പറയാൻ കഴിയില്ല, എനിക്ക് ബാത്റൂം പോകണമെന്ന് അറിയില്ല, എനിക്ക് വെള്ളം ഒരു ദാഹമുള്ള നേരത്ത് വെള്ളമാണെന്ന് വരെ പറയാൻ അറിയാത്തൊരു കുട്ടീനെ ഫുൾ ടൈം കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ വൈഫിനൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്രയും പുണ്യം ചെയ്യണം നമ്മളൊക്കെ അല്ലേ. അത്രയും ഭാഗ്യം ചെയ്ത ആൾക്കാരുടെ അടുത്തേക്ക് ഇങ്ങനത്തെ കുട്ടീനെ കൊടുക്കുള്ളൂ, സത്യം പറയാം. കാരണം ഏതെങ്കിലും ഒരു തെമ്മാടിൻ്റെ കയ്യിൽ പടച്ചോ ഇങ്ങനത്തെ കുട്ടികളെ കൊടുക്കില്ല. നമ്മൾ ഓലെ നല്ല കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ളൊരു സമാധാനത്തിൽ മാത്രമേ ഞാൻ നിൽക്കുന്നത്. ഓലെ ഭാഗ്യമാവാം, എൻ്റെ വൈഫിനൊക്കെ മറ്റേ എത്ര സൂക്ഷിച്ചാലും മതിയാവില്ല. ഈ സ്പെഷ്യൽ ചൈൽഡായിട്ടുള്ള കുട്ടികളുടെ അമ്മമാരെയും കൂടെ നമ്മൾ ഈ സമയത്ത് ഓർക്കണം എന്ന് ഞാൻ പറയും. കാരണം കാണുന്ന പോലെയല്ല,
അവര് ഒരുപാട് കുട്ടികളെ അമ്മമാരെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഓർക്കാത്തൊരു കാര്യമാണ് ഇപ്പം ഇക്ക പറഞ്ഞത്. ആ ഓരോ വൃത്തിയില്ലെങ്കിൽ പിന്നെന്താ, നമുക്ക് എപ്പോഴെങ്കിലും വരുന്ന ടൈമിൽ മാത്രമേ കെയർ ചെയ്താൽ മതി. ഫുൾ ടൈം നോക്കണ അവരല്ലേ. അതെ. ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന്, എന്തെങ്കിലും ഒരു പരിപാടിക്ക്, എന്തെങ്കിലും ഒരു ഇതിക്ക് ഓൽക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. ഈ ഒരു മോളുണ്ടാവുമ്പോൾ ഓൽക്ക് എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും. നമ്മളോട് പറയാണ്ടല്ലേ, നമ്മളോട് പറയാണ്ടാ പോകാൻ പറ്റാനിട്ടാ. ഓൽക്ക് അറിയാം ഇത് ഇത്രേ പോകാൻ ലിമിറ്റ് ഉള്ളൂ നമുക്ക് എന്നുള്ളത്. ഓൽക്ക് അങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ കുതിക്കണം എന്നുണ്ട്. പക്ഷേ ഓൽക്ക് ലിമിറ്റ്, ആ ഒരു ലിമിറ്റ് വെച്ചിക്കണ്. ഓൽക്ക് അറിയാം. അപ്പോൾ ആ ലിമിറ്റിൽ ഒതുങ്ങും നമ്മൾ. ഇതിൻ്റെ കാര്യത്തിലായാലും ഓള കാര്യത്തിലായാലും അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂലടോ. അവിടെ ഒരു വേലി കെട്ടിയിട്ടിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഓടിച്ചാടി നടക്കാൻ പറ്റൂല നമുക്ക്. അവിടെ വെച്ച് നിർത്തും നമ്മൾ ആ പരിപാടി. അതാണ് ലിമിറ്റ്. ഒരു ലിമിറ്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമ്മളെ ലൈഫിൽ. അതൊക്കെ ആ ലിമിറ്റ് മറികടന്നിട്ടാണ് ഞാൻ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി വരുന്നത്. യൂട്യൂബാണ് ഫസ്റ്റ് തുടങ്ങിയത്. യൂട്യൂബ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ അതിന്ന് വെറുതെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ ഈ പാടത്ത് മീൻ പിടിക്കുന്നതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന നേരത്താണ് ടിക്ടോക്ക് വന്നത്. ടിക്ടോക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം വന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ലാലാ കരീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാനൽ അതിൽ തുടങ്ങണതും അങ്ങനെയാണ് ഫേമസ് ആവുന്നത്. അതിൽ തള്ളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഫാറൂഖും ഞാനും ഞങ്ങൾ ബന്ധപ്പെടാൻ കാരണം ഉണ്ടായത്. ടിക്ടോക്ക് എന്നാണ്. ടിക്ടോക്കാണ് സത്യം ഫസ്റ്റ് വന്ന പ്ലാറ്റ്ഫോം. അതിൽ നിന്ന് കയറി പിന്നെ യൂട്യൂബ് തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫാറൂഖ് മുനീറിൻ്റെ അടുത്ത് എത്തി. അതിന് ശേഷമാണ് പിന്നെ ഞാനും ശിക്കും കൂടെ അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് കൊമ്പങ്കാട് എന്നുള്ള തറവാട്ടിൽ എത്തി നിൽക്കുന്നത്. ഇപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പറയൂ. കാരണം ഞാൻ വന്ന സമയത്ത് ഇളയമോളോട് സംസാരിച്ചു. ഭയങ്കര പ്രൗഡാണ് ഉപ്പാന്റെ കാര്യത്തിൽ. അതായത് സ്കൂളിലായാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ ഉപ്പാനെ കുറിച്ച് പറയുന്നു. അപ്പൊ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആൾക്കും ഈ അഭിനയത്തിനോട് താല്പര്യമുണ്ട്. ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കൂടെ. അപ്പം ഒരു വീട്ടിൽ അടുത്ത ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചപ്പോ എന്തായാലും ഞാൻ ഇൻഫ്ലുവൻസർ ആവുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചേരട്ടെ ഇരുത്തേനെ. എല്ലാം ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെയാണ്. ഓള് എല്ലാത്തിനും തയ്യാറാ. അങ്ങനെ മറ്റേ വീഡിയോസിന്റെ ഫ്രണ്ട് വരാനും കാര്യങ്ങളൊക്കെ. പക്ഷേ അവള് കൊമ്പങ്കാട് കോയന്റെ കുട്ടികൾ മാഷുമാരും കുട്ടികളും അവരൊക്കെ പറയും ഇങ്ങനെ ആദ്യം കൊമ്പങ്കാട് കോയന്റെ കുട്ടിയല്ലേ എന്നുള്ള ആ ഒരു പേരിൽ പറയപ്പെട്ടപ്പോൾ ഓക്കന്നെ ഒരു സ്ഥാനമുണ്ട് സത്യം പറഞ്ഞാല്. അപ്പൊ നമ്മൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എത്രയാണ് ആൾക്കാർ ഇങ്ങനെ ഇതേപോലെ ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓളിങ്ങനെ കാണിച്ചു തരും. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ പക്ഷേ അതാ നോക്കണം ചെല്ല് ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഓള് ഭയങ്കര ആക്റ്റീവാണ് ആള്. ഇപ്പം നമ്മുടെ മാറ്റങ്ങൾ വരുമല്ലേ ലൈഫില്. ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മൾ ഇതുപോലെയൊക്കെ ആഗ്രഹിച്ചൊരു സ്റ്റേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ലൈഫിൽ അങ്ങ് നടന്ന സമയത്ത് ഇപ്പം എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു മൂമെന്റ് ഉണ്ടോ ലൈഫിൽ? അതായത് വിഷമം തോന്നി എന്നാൽ അത് അത്രയും ലൈഫിൽ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു കാര്യം? ഓർത്ത് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പ്രമാണി, ഒരു മുതലാളി വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അയാളെ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോൾ എന്നോട് നിർത്തിയിട്ട് എന്നെ അവിടുന്ന് ഒരു ആൾക്കാർ നിർത്തി. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് എന്നെ അവിടുന്ന് ആൾക്കാർ ഫോട്ടോ എടുത്തു. ഇവർ ഫാമിലി വന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലാലെ ഇന്നടുത്ത് ഇന്ന 8 മൂടാനുള്ള പണമുണ്ട്, പക്ഷേ ഈ ഒരു ചാൻസ് ഇതാ, ഞാൻ കോടിക്കണക്കിന് റുപ്യ ഒരിടത്ത് കൊടുത്താലും ഒരു എന്നെ ഫോട്ടോ എടുക്കൂല. കാരണം ഇതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു എന്നോട്, സമ്പാദ്യം. അത് വലിയൊരു കിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഗതി ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അയാൾ പറയാം അത്രയും പൈസ അടുത്തുണ്ട് പൈസ ഉണ്ട് എന്നുള്ളത് എനിക്കും അറിയാം, അത്ര വലിയ മുതലാളി എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ആ ആൾ എന്നോട് പറയാണ്, ലാലെ ഇതെനിക്ക് കിട്ടിയില്ല, ഇപ്പം എന്നെ വന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തില്ലേ, ഞാൻ അത്ര വലിയൊരാളാണ് കാര്യങ്ങളാണ്, പക്ഷെ എന്നെ ആരും ഫോട്ടോ എടുത്തില്ലല്ലോ, ഇതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് എന്നൊക്കെ പറഞ്ഞു. കുറേ അയാൾ എനിക്ക് അങ്ങനെ കുറേ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അന്ന് ഞാൻ സ്കെച്ച് ചെയ്തു. കുറേ പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ ഈ ഒരു സാധനത എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ഒരു സംഭവമാണ് ഈ നമ്മളെ ഇപ്പം നമ്മൾ നിൽക്കണ ഈ ഒരു സ്റ്റേജ്. സത്യം. അപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ അവസ്ഥ ആലോചിച്ച് നോക്ക് അല്ലേ. അതിന് ശേഷമാണ് പണം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ലൈഫ് മാറുന്ന സമയത്ത് ഇപ്പൊ ആളുകള് അക്സെപ്റ്റ് ചെയ്യുന്നു, കൂടെ നിർത്തുന്നു. ഒരു സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമ്മുടെ ആളുകൾ തിരിച്ചറിഞ്ഞു, ഫെയിം വന്ന സമയത്തായിരിക്കും കൂടെ എല്ലാവരും കൂടുക. എല്ലാവരുടെ സിറ്റുവേഷൻ അങ്ങനെ തന്നെയാണ്. കാരണം ആളുകൾ തിരിച്ചറിയുമ്പോഴായിരിക്കും പണ്ട് മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ തിരിച്ച് നമ്മളെ കൂടെ കൂടുന്നത്. അങ്ങനെ ഒരു മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ശരി, അങ്ങനെ മൂമെന്റ്സ് എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്.
എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും എൻ്റെ നാട്ടുകാർ ഫുള്ള് സപ്പോർട്ടാണ്. നാട്ടിലുള്ള ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരെ സപ്പോർട്ട് പ്രത്യേകിച്ച് പറയണം. അല്ലെങ്കിൽ എനിക്ക് സൈന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഡബിൾ മീനിങ്ങിൽ പരിപാടി നടക്കാൻ പറ്റൂല. പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവർക്ക് അറിയാം അത് വീഡിയോസാണ് കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വീട്ടിലായാലും നാട്ടിലായാലും കൂട്ടുകാരായാലും എല്ലാവരും കട്ട സപ്പോർട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.